നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ബുക്സാണ് പരിചയപ്പെടുത്തുന്നത്. ദിച്ചുവിൻ്റെ ബുക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഉണ്ണിക്ക് വേണ്ടിയിട്ടുള്ള ബുക്സും ഉണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു 2 to 6 years വരെയുള്ള കുട്ടികൾക്കുള്ള ഒരു 12 ബുക്കുകൾ, ഒരു ഡസൻ ബുക്കാണ് കേട്ടോ. അപ്പം 2 വയസ്സ് തൊട്ടിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അപ്പം നമുക്ക് ബുക്സൊക്കെ കാണിച്ച് പഠിപ്പിച്ച് തുടങ്ങാൻ പറ്റിയ പ്രീ റൈറ്റിംഗ്, അതായത് എഴുതി തുടങ്ങുന്നതിന് മുൻപ് തൊട്ടിട്ട് കുഞ്ഞുങ്ങൾ വെറുതെ കുത്തി വരച്ച് തുടങ്ങുന്ന ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് തൊട്ട് നമുക്ക് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റിയ ബുക്കുകളാണ്. അപ്പോൾ ഈ ബുക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ബ്രാൻഡിൻ്റെയാണ്, ഒസ്വാൾഡ് ബുക്സിൻ്റെയാണ് ഈ ബുക്കുകളെല്ലാം വരുന്നത്. അപ്പോൾ ഇവർക്ക് ഒരുപാടുണ്ട് ഇങ്ങനത്തെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈസി ലേണിംഗ് ആയിട്ടുള്ള കൊച്ചു കുട്ടികളുടെ ബുക്ക് തൊട്ട് മുകളിലേക്ക് വലിയ വലിയ CBSE അതുപോലെ തന്നെ വലിയ എഡ്യൂക്കേഷണൽ ബുക്സ് വരെയുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടങ്ങിയ ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇപ്പം നമ്മുടെ ഈ ബുക്ക് കുട്ടികൾക്ക് എത്രമാത്രം ഫലപ്രദമാകും അല്ലെങ്കിൽ ഇത് ഏത് രീതിയിലാണ് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് യൂസ്ഫുൾ ആകുന്നത് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നെച്ചുവിന് വേണ്ടിയിട്ടുള്ള 2 ബുക്കുകളാണുള്ളത്. അതിൻ്റെ ഒന്ന് ഇതാണ്, ഇവിടെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഏജ് കാര്യങ്ങളൊക്കെ. 2 to 4 years വരെയുള്ള കുട്ടികൾക്കാണിത്. അപ്പം നമ്പർ ട്രേസിങ് ആൻഡ് ആക്ടിവിറ്റി ബുക്ക് എന്നാണ് ഇതിൻ്റെ ഒരു പേര് വന്നിരിക്കുന്നത്. അപ്പോൾ റൈറ്റിംഗ് പ്രാക്ടീസാണ് ഇതിനകത്ത്. ഇതിൽ നമ്പർ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഇതിനകത്ത് ഇവിടെ നമ്മൾക്ക് ഓരോ ഏജിലെയും കുട്ടികൾ പെൻസിൽസ് ഹോൾഡ് ചെയ്യേണ്ട രീതി അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്ക്, അത് തീരെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് അവർ ഒരു സാധനം ഹോൾഡ് ചെയ്ത് തുടങ്ങുന്ന ആ ഒരു സമയം തൊട്ടിട്ട് ഇതെങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ മച്ചുവറായിട്ട് കുട്ടികൾ എഴുതി തുടങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് പെൻസിൽ ഹോൾഡ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ടെക്നിക്ക് വരെ അല്ലെങ്കിൽ പെൻസിൽ ഗ്രാസ്പിങ്ങിൻ്റെ ആ ഒരു രീതി വരെ അവരിതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ ബുക്കിൻ്റെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരങ്ങോട്ട് നമുക്ക് കളർഫുള്ളായിട്ടുള്ള പേജുകളാണ്, അതുപോലെ തന്നെ പേപ്പർ ക്വാളിറ്റിയൊക്കെ ഭയങ്കര നല്ലതാണ്. കളർഫുൾ ബുക്സാണ്, കുട്ടികൾക്ക് നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന രീതിയിൽ അവരെ കുറച്ച് നേരം പിടിച്ചിരുത്താനായിട്ട് നമുക്ക് പറ്റുന്നത്. അപ്പം ട്രേസിംഗ് ആണ് വന്നിരിക്കുന്നത്. ഡോട്ട്സ് ഇട്ടിട്ടുണ്ട്, നമ്മൾ അതിലിങ്ങനെ ട്രേസ് ചെയ്യിപ്പിച്ച് വെച്ചാൽ മതി. കുട്ടികളെ കൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പല ടെക്നിക്സും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആയതുകൊണ്ട് തന്നെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതാണ് മുച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ബുക്ക്. പിന്നെ വേറെ ഒരു ബുക്കും കൂടെ ഉണ്ട് കുട്ടികൾ, അതായത് കൊച്ചു കുട്ടികൾക്ക്. അപ്പോൾ അവളുടെ അടുത്ത ബുക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ABCD പഠിപ്പിക്കാനാണെങ്കിലും ഇത് അപ്പർ കേസ് ട്രേസിംഗ് ആൻഡ് വൊക്കാബുലറി ബുക്ക് എന്ന് പറഞ്ഞിട്ട് അതിൽ 2 ലെവലുണ്ട് കേട്ടോ. അതിന് level 1 and level 2 2 ബുക്സ് വരുന്നുണ്ട്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ട്രേസ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റുന്ന ബുക്കുകളാണ്. അപ്പോൾ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ബ്രെയിൻ ഡെവലപ്മെൻറ്റിന്, അതായത് എക്സസൈസ് കൊടുക്കാൻ പറ്റുന്ന ബുക്കുകളാണ്. പിന്നെ അതുപോലെ തന്നെ ആക്ടിവിറ്റി ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ കോൺസെൻട്രേഷൻ കൂട്ടാൻ പറ്റും. ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്രീൻ ടൈം കുറയ്ക്കാനായിട്ട്, കാരണം കുറച്ച് നേരം ഇവരെ പിടിച്ചിരുത്തണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടെങ്കിലാണല്ലോ പറ്റുള്ളൂ. അപ്പോൾ അതിന് നല്ലതാണ്. ഇത് കണ്ടോ, ബുക്സ് ഓഫ് ഓർ ആക്ടിവിറ്റീസ് ഉണ്ണിക്കൊക്കെ പറ്റിയ കാര്യമാണ്. ഇത് 5+ years ഏജിൻ്റെയാണ്. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റിയ കുറച്ചും കൂടി വലിയ വലിയ ആക്ടിവിറ്റീസാണ് ഈ ബുക്കിനകത്തൊക്കെ ഉള്ളത്. അപ്പോൾ ബുക്കിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ബുക്സ് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഇവരുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. വലിയ പ്രൈസൊന്നുമില്ല, റീസണബിൾ ആയിട്ടുള്ള പ്രൈസേ ഉള്ളൂ. നല്ല ക്വാളിറ്റി പ്രിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് കുറേ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കളറിംഗ് ഉണ്ട്. കളറിങ് പല ടൈപ്പുണ്ട്, അതായത് ക്ലോത്തിങ്ങിൻ്റെ കളറിംഗ് ഉണ്ട്, ബേർഡ്സിൻ്റെ കളറിങ്, ഫ്ലവേഴ്സിൻ്റെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. വലുതായിട്ട്, അതായത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവർക്ക് കളർ ചെയ്യാൻ പറ്റുന്ന, കുപ്പി വരച്ചാൽ പോലും പുറത്ത് പോകാത്ത രീതിയിലുള്ള കളറിങ്. അപ്പോൾ അങ്ങനത്തെ കളറിങ് ബുക്സ്, കാരണം ഇത് 3+ age ആണ്. അപ്പോൾ അവർ പെർഫെക്റ്റ് ആയിട്ടൊന്നും കളർ ചെയ്യില്ല, അതുകൊണ്ടാണ് അങ്ങനത്തെ കൊടുത്തേക്കുന്നത്. അപ്പോൾ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ നമുക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവരെ കുറച്ച് നേരം ഒന്ന് പിടിച്ചിരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുള്ള ഇതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഫോർഡബിളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇതിനകത്ത് ഇത് ട്രാൻസ്പോർട്ടിൻ്റെയാണ് കേട്ടോ. മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് നമുക്ക്
മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ്. ഇതൊക്കെ വലുതാണ്, നമുക്ക് വെട്ടിയെടുത്തിട്ട് വേണമെങ്കിൽ കാർഡ്ബോർഡിൽ ഒട്ടിച്ച് അവരെ കൊണ്ട് ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുകയും ചെയ്യാം. കളർ ചെയ്തതിന് ശേഷം ഇത് ആക്ച്വലി കളറിംഗ് ബുക്കാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഈ ഒരു ബുക്കിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ഒരു ബുക്കിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഈ കുട്ടികളുള്ള അമ്മമാർക്കെല്ലാം യൂസ്ഫുൾ ആവും. നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ.